വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായി പ്രചാരണം ആരംഭിച്ചതിന് പിന്നാലെയാണ് കെ ശൈലജ ടീച്ചറെ വ്യക്തിഹത്യ ചെയ്യുന്ന വ്യാജ പ്രചാരണം ആരംഭിച്ചത്. കരുത്തയായ എതിരാളിയെ ഭയന്നാണ് വ്യക്തിഹത്യ എന്നത് വ്യക്തം. എന്നാൽ തളരാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ടു പോവുകയാണ് കെ ശൈലജ ടീച്ചർ. നീണ്ടകാല സമരങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും വളർന്നുവന്ന ചരിത്രമുണ്ട് കെ ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ ജീവിതത്തിനു പിന്നിൽ. നമുക്കൊട്ടും പരിചിതമല്ലാത്ത ഒരു മഹാമാരി കാലത്ത് ആരോഗ്യമേഖലയെ നയിച്ച സ്ത്രീ കരുത്ത് ആശങ്കപ്പെടേണ്ടേ വന്നിരുന്നില്ല അന്ന് കേരളത്തിന്. നിപയ്ക്ക് പിന്നാലെ വന്ന കോവിഡും സധൈര്യത്തോടെ നേരിട്ടപ്പോൾ കെ ശൈലജ ടീച്ചർ പലർക്കും ടീച്ചർ അമ്മയായി മാറി. അതിജീവനത്തിന്റെ പുതിയ പാഠം പകർന്നു തന്ന ടീച്ചർ വാക്കുകൾ കിട്ടാതെ ഇടറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. നീചമായ വാക്കുകൾ കൊണ്ട് വ്യക്തിഹത്യ നടത്തി വേട്ടയാടുന്നിടത്താണ് ശൈലജ ടീച്ചറുടെ വാക്കുകൾ ഇടറിയത്. ഈ ജാതി വ്യക്തിഹത്യ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിടുക. ജീവിതത്തിൽ ആദ്യമായിട്ട് അത്ര വൃത്തികെട്ട ഒരു സംഘമാണ് അവര്. നിങ്ങളെങ്ങനെയാണ് അവർക്ക് വോട്ട് ചെയ്യാന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ പൊളിറ്റിക്സ് ഏതായാലും അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരത് മനസ്സിലാക്കണം. ഇനി ആർക്കെങ്കിലും ഇവരുടെ വല്ല നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ നിങ്ങളൊന്ന് പറയണം. അതിശക്തയായ സ്ത്രീ സ്ഥാനാർത്ഥിയായതുകൊണ്ട് മാത്രം കേൾക്കേണ്ടി വന്ന അറപ്പുളവാക്കുന്ന കമന്റുകൾ. പതറിപ്പോവാതെ മുൻപോട്ട് പോവാനുള്ള കരുത്തുണ്ട് ടീച്ചർക്ക്. നിയമസഭയെ സാക്ഷി നിർത്തി ടീച്ചർ അന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: പെണ്ണിനെന്താണ് കുഴപ്പമെന്ന്. ടീച്ചർക്ക് പിന്നിൽ അണിനിരന്ന് കേരളത്തിലെ സ്ത്രീ സമൂഹം ഒന്നാകെ ചോദിക്കുന്നുണ്ട് ഇന്ന് ആ ചോദ്യം. പെണ്ണാണ് ഭരിക്കുന്നതെങ്കിലും എന്താ പെണ്ണിന് കുഴപ്പം? പെണ്ണിനെന്താ കുഴപ്പം? ആണിന്റെ അന്തസ്സ് കാണിച്ചു. മേഘമാധവൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.